മൈ ഡിയർ സ്റ്റുഡൻസ്, ഡോക്ടർ ജെയിംസ് ടൈലർ കെൻ്റ് രചിച്ച ലെക്ചേഴ്സ് ഓൺ ഹോമിയോപ്പതിക് മെറ്റീരിയ മെഡിക്ക എന്ന പുസ്തകത്തെ ആധാരമാക്കിയുള്ള ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഈ യൂട്യൂബ് പരമ്പരയുടെ 133 എപ്പിസോഡിലാണ് എത്തി നിൽക്കുന്നത്. ഈ എപ്പിസോഡിൽ നമുക്ക് അലിയസപ്പ എന്ന അധ്യായത്തിൻ്റെ 2ാം ഭാഗം നമുക്ക് പരിശോധിക്കാം. ഈ ഭാഗത്ത് അലർജി പോലെ വളരെയധികം ബുദ്ധിമുട്ടിക്കുന്ന പല പ്രശ്നങ്ങളിലും അലിയസപ്പയെ എങ്ങനെ ഭംഗിയായി ഉപയോഗിക്കാവുന്നതിനെക്കുറിച്ചുള്ള ചില സൂചനകൾ കെൻ്റ് ഇവിടെ പറയുന്നുണ്ട്. നമുക്ക് അത് വിശദമായിട്ട് നമുക്ക് പരിശോധിക്കാം. നൗ ദർ ഇസ് അനദർ ഫേസ് ഓഫ് ദിസ് മെഡിസിൻ. വൈ ഇറ്റ് ബിഗിൻസ് ഓൺ ലെഫ്റ്റ് സൈഡ് ആൻഡ് ഗോസ് ഓവർ ദ റൈറ്റ് ഐ ഡു നോട്ട് നോ, ബട്ട് ഇറ്റ് യൂഷ്വലി ഡസ് ദിസ്. അപ്പോൾ ഇടതുവശത്ത് തുടങ്ങി വലതുവശത്തേക്കുള്ള ഒരു ട്രാൻസിഷൻ, അത് എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് അറിയില്ല, പക്ഷെ അത് അലിയസപ്പയുടെ ഒരു സ്വഭാവമാണ്. സ്റ്റഫിംഗ് അപ്പ് ഓഫ് ദ സൈഡ് ഓഫ് ദ നോസ്, വാട്ടറി ആക്രി ഡിസ്ചാർജ് ഫ്രം ദ ലെഫ്റ്റ് സൈഡ് ഓഫ് ദ നോസ്. ഇൻ അനദർ 24 hours ദ റൈറ്റ് സൈഡ് ഈസ് ഇൻവേഡഡ്. മൂക്കിൽ നിന്നുള്ള ഒലിപ്പ് ഇത് ഇടതുവശത്ത് തുടങ്ങുന്നു, പിന്നീട് വലതുവശത്തേക്ക് പ്രവേശിക്കുന്നു. ഈ ഒരു പ്രോറ കോട്ട് ചെയ്തിരിക്കുകയാണ്. പ്രൊഫ്യൂസ് നേസൽ ഡിസ്ചാർജ്, വളരെയധികം കടുത്ത ജലദോഷം, മൂക്കിൽ നിന്നുള്ള മൂക്കൊലിപ്പ്. കോൾസ് ആഫ്റ്റർ ഡാം നോർത്ത് ഈസ്റ്റർലി വിൻസ്, വടക്ക് കിഴക്കൻ തണുത്ത ഈർപ്പമുള്ള വടക്ക് കിഴക്കൻ കാറ്റുകൾ. വടക്ക് കിഴക്കൻ കാറ്റ് എന്ന് വെച്ചാൽ അമേരിക്കയിലെ ഒരു കാലാവസ്ഥ അനുസരിച്ച് പറയുന്നതാണ്. നമ്മളുടെ തണുത്തത് ഈർപ്പമുള്ള കാറ്റ്. ഇവിടെ അങ്ങനെ തണുത്ത കാറ്റ് കേരളത്തിൻ്റെ എല്ലാ പ്രദേശങ്ങളും അങ്ങനെ വരാറില്ല, പക്ഷേ ഈർപ്പമുള്ള കാറ്റ് വരും. നമ്മളുടെ മൺസൂൺ കാറ്റുകൾ അങ്ങനെ ഈർപ്പമുള്ള കാറ്റുകളാണ്. അത് മെയ് മാസത്തിൻ്റെ അവസാനം മുതൽ ഏതാണ്ട് ഒക്ടോബർ വരെ അത് ഏറിയും കുറഞ്ഞും കേരളത്തിൽ പൊതുവെ നിലനിൽക്കുന്നതാണ്. പിന്നെ തീരപ്രദേശത്ത് താമസിക്കുന്നവർക്കുന്ന കടൽക്കാറ്റ്, അത് ഡാമ്പ് ആയിട്ടുള്ളൊരു കാറ്റാണ്. പിന്നെ വാട്ടർ ബോഡീസിൻ്റെ സമയത്ത് വലിയ കായലുകൾ, വലിയ നദികൾ, ഇതിൻ്റെയൊക്കെ തീരപ്രദേശം ഒരു 2-3 കിലോമീറ്റർ വരെ താമസിക്കുന്ന പ്രദേശങ്ങളിൽ ഈ ഡാമ്പ് വിൻഡ് എന്ന് പറയുന്നത് നമ്മൾ പ്രതീക്ഷിക്കണം. കോൾഡ് വിൻഡ് എന്ന് പറയുന്നത് നമ്മൾ ഹൈ റേഞ്ചസിൽ, പിന്നെ ഈ ഗ്യാപ്പുകളിൽ, വാളയാർ ഗ്യാപ്പ് അങ്ങനെയുള്ള ഗ്യാപ്പുകളിൽ അതിൻ്റെ ഒരു സ്ട്രെച്ചിൽ താമസിക്കുമ്പോഴൊക്കെയാണ് ഈ ഒരു കോൾഡ് വിൻഡ് വരുന്നത്. എനിവേ, അത്ര തണുപ്പുള്ളതും ഈർപ്പമുള്ള കാറ്റുകൾ കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ പൊതുവേ നമ്മൾ പറയുന്നത് കാറ്റടിച്ചാൽ വരുന്ന പ്രശ്നങ്ങളെന്ന് പൊതുവേ പറയാം. ദാറ്റ് ഈസ് ആഫ്റ്റർ ഡാം കോൾഡ് വിൻഡ്സ്, ഫോർ ദേ മേ കം ഫ്രം ഡിഫറെൻറ്റ് ഡയറക്ഷൻ ഇൻ ഡിഫറെൻറ്റ് ലൊക്കാലിറ്റീസ്. പല ഭാഗത്തു നിന്ന് വരാം. ഫ്ലൂവൻ കൊറൈസ വിത്ത് ഹെഡേക്ക്, tears from the eyes, want of appetite, cough and trembling in open air. അപ്പോൾ മൂക്കൊലിപ്പ്, അല്പം തലവേദന, കണ്ണിൽ നിന്നുള്ള നീരൊഴുക്ക്, വിശപ്പ് കുറവ്, ചുമ, തുറസായ വായുവിൽ വിറയ്ക്കൽ. ഈ ട്രംബ്ലിംഗ് എന്ന് പറയുന്നത് അവിടെ ഒരു കോൾഡ് വിൻഡിലാണ് വരുന്നത്. ഇവിടെ നമ്മളൊരു അല്ലാത്തൊരു കാലാവസ്ഥയിൽ ആ ഒരു ഓപ്പൺ എയറിൽ അങ്ങനെ ട്രംബ്ലിംഗ് വരണമെന്നില്ല. എവറി ഇയർ ഇൻ ഓഗസ്റ്റ്, മോർണിംഗ് കൊറൈസ വിത്ത് വയലന്റ് സ്നീസിങ്, വെരി സെൻസിറ്റീവ് ടു ദ ഓർഡർ ഓഫ് ഫ്ലവേഴ്സ് ആൻഡ് സ്കിൻ ഓഫ് പീച്ചസ്. അപ്പോൾ എല്ലാ വർഷവും ഓഗസ്റ്റ് മാസത്തിൽ മോർണിംഗ് കൊറൈസ. അപ്പോൾ US ഫിലാഡൽഫിയയിലാണ് എൻ്റെ ജീവിച്ചിരുന്നത്. അവിടുത്തെ ഓഗസ്റ്റിൻ്റെ ഒരു സവിശേഷത എന്ന് വെച്ചാൽ അവിടുത്തെ ചൂടുകാലമാണ്. ഒരു മിനിമം ടെമ്പറേച്ചർ ഒരു 20-21 ഡിഗ്രി, മാക്സിമം ടെമ്പറേച്ചർ 30-32 ഡിഗ്രി. നമ്മളെ കണക്കനുസരിച്ച് അത് കോൾഡാണ്, പക്ഷേ US ഹോട്ട് വെതറാണ്. അപ്പം നമ്മളിവിടെ ചൂട് കാലത്തുനിന്ന് ചിന്തിച്ചാൽ മതി. നമ്മുടെ ഇവിടുത്തെ ചൂട് കാലത്തിൽ ഓരോ വർഷവും രാവിലെ ജലദോഷം വരുന്നു, വല്ലാത്ത തുമ്മൽ, പൂക്കളുടെ മണത്തോട്, പീച്ച് മരത്തിൻ്റെ തൊലിയോട് ഒക്കെ സെൻസിറ്റീവ്. നമ്മളിപ്പോൾ ഇതിനെ മറ്റു തരത്തിൽ അതിനെ വ്യാഖ്യാനിച്ചാൽ, ഞാൻ ഈ പരമ്പരയുടെ തുടക്കത്തിൽ പറഞ്ഞിരുന്നു, നമ്മൾ ഈ ടെമ്പറേച്ചർ ഒക്കെ എടുക്കുമ്പോൾ നമ്മൾ കുറച്ച് അലവൻസ് കൊടുക്കണം. കാരണം പാശ്ചാത്യ സാഹചര്യങ്ങൾ വെച്ചുകൊണ്ടാണ് ഈ മരുന്നുകൾ പ്രൂവ് ചെയ്തിരിക്കുന്നതും ഈ പ്രയോഗിച്ചിരിക്കുന്നതും അതിന് ഇത്തരം ലെക്ചേഴ്സിലും മറ്റ് മെറ്റീരിയൽ മെഡിക്കൽ ടെസ്റ്റിലുമൊക്കെ ഇൻ്റർപ്രറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഇവിടെ വെച്ച് നോക്കുമ്പോൾ, നമ്മൾ കേരളത്തിലെ കാലാവസ്ഥ വെച്ച് നോക്കുമ്പോൾ നമ്മളതിനെ വളരെ ശ്രദ്ധാപൂർവം തന്നെ നോക്കണം. ഓഗസ്റ്റ് മാസം എന്ന് പറയുമ്പോൾ അവിടുത്തെ ചൂടാണ്, പക്ഷേ നമ്മളിവിടുത്തെ ചൂട് കാലാവസ്ഥയിൽ മാത്രം പറഞ്ഞാൽ പോരാ.
അവിടുത്തെ ഒരു 21 ആ റേഞ്ച്. ഇവിടുത്തെ തണുപ്പിലും അതിന് എഫക്റ്റ് വരാം. അപ്പോൾ ആ ഒരു കാര്യത്തെ വളരെ സ്ട്രിക്റ്റായിട്ട് എടുത്തിട്ട് കാര്യമില്ല. ഇപ്പോൾ ഈ ഓഗസ്റ്റ് മാസത്തിലെ അഗ്രവേഷൻ എന്ന് പറയുമ്പോൾ ഇവിടുത്തെ വേനൽക്കാലത്തെ അഗ്രവേഷൻ എന്നതുപോലെ തന്നെ നമ്മളുടെ കേരളത്തിലെ വിൻ്ററിലുള്ള അഗ്രവേഷനും ഒരു പരിധിവരെ അവിടെ നമ്മൾ കണക്കിലെടുക്കേണ്ടി വരും. നമ്മളുടെ ഒക്ടോബർ മുതൽ ജനുവരി ഫെബ്രുവരിയുള്ള മാസങ്ങൾ, ആ മാസങ്ങളിൽ ആണ് പൊതുവെ ഈ ഒരു ടെമ്പറേച്ചർ റേഞ്ച്. ഫിലദൽഫിയയിൽ ഈ പറയുന്ന ടെമ്പറേച്ചർ ഓഗസ്റ്റ് ടെമ്പറേച്ചർ 20 മുതൽ 30 വരെ 32 വരെയൊക്കെയുള്ള ടെമ്പറേച്ചർ. അപ്പോൾ നമ്മൾ ആ കാര്യത്തിൽ വളരെ കർശനമായൊരു സമീപനം എടുത്തിട്ട് കാര്യമില്ല. കർശന സമീപനം എടുക്കണമെങ്കിൽ ഈ മരുന്നുകളൊക്കെ നമ്മുടെ നാട്ടിൽ പ്രൂവ് ചെയ്യണം. നമ്മളുടെ നാട്ടിൽ പ്രൂവ് ചെയ്തിട്ട് നമ്മളുടെ ഈ മെറ്റീരിയൽ മേടിക്കുക നമുക്കൊന്ന് അപ്പൻഡിക്സ് ചെയ്യേണ്ടി വരും. അങ്ങനെയുള്ള പരിശ്രമങ്ങളൊന്നും ഇവിടെ എൻ്റെ അറിവിൽ നടന്നിട്ടില്ല. എൻ്റെ അറിവിൽ നല്ല ഇവിടെ അങ്ങനെ നടന്നിട്ടില്ല. അങ്ങനത്തെ സ്ട്രിക്റ്റായിട്ടുള്ള പ്രൂവിങ് നടന്നിട്ടില്ല. അങ്ങനെ പ്രൂവിങ് നടന്ന് കൃത്യമായിട്ടുള്ള ആ ഒരു ടെമ്പറേച്ചർ മൊഡാലിറ്റി എടുത്താൽ മാത്രമേ നമുക്ക് കർശനമായിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ രണ്ടിനെയും നമ്മൾ പരിഗണിക്കണം. ഇപ്പോൾ ലീസപ്പയുടെ കാര്യത്തിൽ വേനൽക്കാലത്തിലെ ഈ ഒരു അഗ്രവേഷൻ എന്ന് പറയുമ്പോൾ നമ്മളിവിടുത്തെ മാർച്ച് ഏപ്രിൽ മാസം മെയ് മാസം എന്ന് എടുക്കരുത്. നമ്മളുടെ കോൾഡ് ക്ലൈമറ്റിലുള്ള അഗ്രവേഷനും ആകാം. കാരണം ആ ഒരു ടെമ്പറേച്ചറിലാണ് അലിയസപ്പേനെ പ്രൂവ് ചെയ്ത് ഈ ഒരു കെൻഡി കാര്യം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ കുറച്ച് വിശാലമായിട്ട് നമ്മളതിനെ ചിന്തിക്കണം. അപ്പോൾ ഇവിടെ മറ്റു ശ്രദ്ധിക്കാവുന്നത് പൂക്കളുകൊണ്ട്, ചില മരങ്ങളിലെ തൊലികൾ കൊണ്ട്, പൂമ്പടി കൊണ്ടൊക്കെ ചില മണങ്ങൾ കൊണ്ടുള്ള പ്രശ്നങ്ങൾ ഇവിടെ പലർക്കുന്നുണ്ട്. ചില മണങ്ങൾ കൊണ്ട് തുമ്മൽ തുടങ്ങും, തണുപ്പടിക്കുമ്പോൾ തുമ്മൽ തുടങ്ങും, പൊടിയടിക്കുമ്പോൾ തുമ്മൽ തുടങ്ങും. ദാറ്റ് ഈസ് വൺ ഫോം ഓഫ് ഹേ ഫീവർ ക്യൂർഡ് ബൈ അലിയസപ്പ. അലിയസപ്പ കൊണ്ട് സുഖപ്പെടുത്തിയിട്ടുള്ള ഒരു തരത്തിലുള്ള ഹേ ഫീവറാണ് ഈ പറയുന്നത്. ഈ ഹേ ഫീവർ എന്ന് പറയുമ്പോൾ ഈ വൈക്കോൽപ്പനി, ഈ ഹേ ഫീവർ എനിക്ക് വലിയൊരു ആശയക്കുഴപ്പമുണ്ടാക്കിയൊരു കാര്യമാണ്. അപ്പോൾ ഈ ഹേ ഫീവറിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ച് ആ ഒരു സമയത്ത് ബാബുചേട്ടനും ഞാനും കൂടി കുറേ അന്വേഷണം നടത്തി. പല രാജ്യങ്ങളിൽ അന്ന് ഇന്നത്തെ പോലെ ഇൻ്റർനെറ്റ് ഒന്നും ഇല്ലല്ലോ. പല രാജ്യങ്ങളിലും ഉള്ള ഞങ്ങൾക്ക് തൂലിയാ സുഹൃത്തുക്കളുണ്ടായിരുന്നു. തൂലിയാ സുഹൃത്തുക്കൾ കത്തെഴുതി ഈ ഹേ ഫീവറിനെ കുറിച്ച്. അന്ന് ഒരു റഷ്യൻ സുഹൃത്ത് എനിക്ക് റഷ്യയിലെ 1-2 ട്രാൻസ്ലേറ്റേഴ്സുമായിട്ട് എനിക്ക് ബന്ധമുണ്ടായിരുന്നു. അവിടെ സെറ്റിൽ ചെയ്ത ഒരു ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന ആലുവ സ്വദേശിയായിട്ടുള്ള വളരെ പ്രശസ്തനായ ഒരു വിവർത്തകൻ, റഷ്യൻ ഭാഷയിൽ നിന്ന് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിരുന്നു. അപ്പം അദ്ദേഹം ചില സൂചനകൾ എനിക്ക് തന്നു. ഈ കൊയ്ത്ത് കാലത്ത് അവിടെ ഗോതമ്പാണ്, ബാർലിയുണ്ട്. ഈ കൊയ്ത്ത് കാലത്ത് വരുന്ന ഒരു തരം പനി, ഈ വൈക്കോലിങ്ങനെ കൂട്ടി വരുമ്പോൾ അന്ന് കൃഷിയാണ് ആ ഒരു കാലഘട്ടത്തിൽ, ഒരു 1-2 നൂറ്റാണ്ടൊക്കെ മുമ്പ് കൃഷിയാണ് ഒരു പ്രധാന ഓക്കുപ്പേഷൻ. ജനങ്ങളിൽ നല്ലൊരു പങ്കും ഈ വൈക്കോലുമായിട്ടും മറ്റുമൊക്കെ ഇടപെടും. ഈ വൈക്കോലുമായിട്ട് ഇടപെടുമ്പോൾ ആ സമയത്തുണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ, അങ്ങനെയാണ് ഈ ഒരു ഹേ ഫീവർ എന്നുള്ളൊരു പ്രയോഗം വന്നത്. അപ്പം അതിനെ നമ്മൾ ഒന്ന് വ്യാഖ്യാനിച്ചു കഴിഞ്ഞാൽ ഈ വൈക്കോലിൽ ധാരാളം പൊടികളുണ്ട്, കൊച്ചിങ്ങനെ പറ്റി പിടിച്ചിരിക്കുന്ന ചില മുള്ളുകൾ പോലെയുള്ള പൊടികളുണ്ട്. ഈ പൊടി മൂക്കിലും ശ്വാസകോശത്തിലും കണ്ണിലും ഒക്കെ കയറാം. ഇതുണ്ടാകുന്നൊരു പ്രശ്നം. അപ്പോൾ നമ്മളുടെ ഒരു ആളുകൾ പറയുന്ന ഒരു അലർജി കണ്ടീഷനുമായിട്ട് ഇതിനൊരു സാമ്യമുണ്ട്. അപ്പോൾ കുറച്ച് വിശാലമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹേ ഫീവർ എന്ന് പറയുന്നതിനെ നമ്മുടെ നാട്ടിൽ ഇന്ന് അലർജി എന്നുള്ള വാക്കിനുമായിട്ട് നമുക്കതിനൊന്ന് താരതമ്യം ചെയ്ത് നോക്കാവുന്നു. സ്ട്രിക്ട്ലി അങ്ങനെ ആണോ ഇല്ലയോ എന്ന് പറയാൻ എനിക്ക് പറ്റില്ല. എങ്കിലും ഞങ്ങളന്ന് കുറേ അന്വേഷണങ്ങളെക്കുറിച്ച് നടത്തിയതാണ്. അപ്പോൾ നമ്മുടെ ഈ നാട്ടിൽ അലർജി എന്നുള്ളതിന് ഈ ഹേ ഫീവറുമായിട്ട് നമുക്ക് പ്രായോഗികമായിട്ട് നമുക്കതിനെ ഇക്വേറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. ഈ ഒരു കാര്യത്തിൽ ഈ പരമ്പര ശ്രദ്ധിക്കുന്നവർക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയാനുണ്ടെങ്കിൽ ദയവായി അത് പറയണം. അത് കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം എന്നുകൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഇറ്റ് വിൽ വൈപ്പ് ഔട്ട് ആൻ അറ്റാക്ക് ഓഫ് ഹേ ഫീവർ ഇൻ എ ഫ്യൂ ഡേയ്സ്. അപ്പോൾ ഈ ഹേ ഫീവറിൻ്റെ ഈ ഒരു അറ്റാക്കിനെ ഏതാനും ദിവസങ്ങൾക്കകം അലിയസപ്പ അനിഹിലേറ്റ് ചെയ്ത് കളയും, ഹിംസിച്ച് കളയും, ഇല്ലായ്മ ചെയ്ത് കളയുന്നതൊക്കെ എൻ്റെ പറയുന്നത്. അത്രയ്ക്ക് ആത്മവിശ്വാസത്തോടെ പറയുന്നത്. വെൻ ദ സിംറ്റംസ് എഗ്രി, അപ്പോഴാണ് ലക്ഷണങ്ങൾ എഗ്രി ചെയ്യുമ്പോൾ. ലക്ഷണങ്ങൾ പറഞ്ഞു, ചുരുക്കി പറഞ്ഞു. ഈവനിങ് അഗ്രവേഷൻ, ചൂടുള്ള സമയത്തുള്ള അഗ്രവേഷൻ, അലിയസപ്പയുടെ അഗ്രവേഷൻ, അതിൻ്റെ ഡിസ്ചാർജസ്, ആ ലക്ഷണങ്ങൾ എഗ്രി ചെയ്യുകയാണെങ്കിൽ ഈ ഹേ ഫീവറിനെ
ഏതാനും ദിവസങ്ങൾക്കകം അലിയസപ്പ സുഖപ്പെടും. യു മേ നോ ദാറ്റ് ദ ട്രൂ നേച്ചർ ഓഫ് ഹേ ഫീവർ ഈസ് നോട്ട് ജനറലി അണ്ടർസ്റ്റുഡ്. ഈ ഹേ ഫീവറിൻ്റെ തനി സ്വഭാവത്തെ ശരിയായ രീതിയിൽ മനസ്സിലാക്കിയിട്ടില്ല എന്നാണ് എന്ത് പറയുന്നത്. എന്തുകൊണ്ട് ഇപ്പോഴും അലർജി എന്തുകൊണ്ടുണ്ടാകുന്നു, ഇപ്പോഴും കൃത്യമായിട്ടുള്ള ഒരു വിലയിരുത്തലില്ല. ഒരുപാട് ഗവേഷണങ്ങളൊക്കെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇറ്റ് ഈസ് റിയലി ഓൺലി ആൻ എക്സ്പ്ലോഷൻ ഓഫ് ക്രോണിക് ഡിസീസ്. ഇനി അതിൻ്റെ ഹോമിയോപ്പതിക്കായിട്ടുള്ള ഇൻ്റർപ്രിട്ടേഷൻ, ഹോമിയോപ്പതിക്കലി നമുക്കതിനെ പറയാം എന്താണ്, അതിൻ്റെ അണ്ടർലൈയിങ് ആയിട്ടുള്ള ആ രോഗിയുടെ അടിയിൽ കിടക്കുന്ന ക്രോണിക് സ്റ്റേറ്റിൻ്റെ, സോറയാകാം, സിഫിലിസ് ആകാം, സൈക്കോസിസ് ആകാം, അതിൻ്റെ ഒരു എക്സ്പ്ലോഷൻ, അതിൻ്റെ ഒരു മാനിഫെസ്റ്റേഷനാണ്. ഇപ്പോൾ പൊടി വൈക്കോലുമായിട്ട് എത്ര ഇടപഴകിയാലും എനിക്ക് യാതൊരു പ്രശ്നമില്ല. ഞാനൊരു രോഗിയാണ്, ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഓർമ്മ വെച്ച കാലം മുതൽ എന്നെ വേട്ടയാടുന്നുണ്ട്, ഇപ്പോഴും ഉണ്ട്. പക്ഷേ ഈ ഒരു പ്രശ്നം ഒത്തിരി മലയാളികളെ, ഒത്തിരി മനുഷ്യരെ, മലയാളികളെന്നല്ല ലോകം മുഴുവൻ ഒത്തിരി മനുഷ്യരെ ബാധിക്കുന്ന ഈ ഒരു പ്രശ്നം എന്നിൽ യാതൊരു കുഴപ്പമുണ്ടാക്കുന്നില്ല. കാരണം എന്നിൽ അന്തർലീനമായിരിക്കുന്ന ആ ഒരു ക്രോണിക് മയാസം ഈ ഒരു പൊടി കൊണ്ടോ വൈക്കോലിൽ നിന്ന് വരുന്ന ഈ പൊടികൾ കൊണ്ടോ ഒന്നും അത് എക്സൈറ്റഡ് ആവുന്നില്ല. കുറേ ആളുകളിൽ ഈ ക്രോണിക് മയാസത്തിനെ എക്സൈറ്റ് ചെയ്യാൻ ഇതിനുകൊണ്ട് സാധിക്കും, അതാണ് പറയുന്നത്. അതാണ് ഹേ ഫീവർ എന്ന് പറയുന്നത്. ഹോമിയോപ്പതിയുടെ കാഴ്ചപ്പാടിൽ ഒരു അണ്ടർലൈയിങ് ക്രോണിക് മയാസത്തിൻ്റെ ഒരു എക്സ്പ്ലോഷൻ, ഒരു പൊട്ടിത്തെറി ആണ്. ദറ്റ് ഈസ് ഇറ്റ് ഇസ് എ മാനിഫെസ്റ്റേഷൻ ഓഫ് സോറ ആൻഡ് ക്യാൻ ബി ഇറാഡിക്കേറ്റ് ഓൺലി ബൈ ആൻറ്റിസോറിക് ട്രീറ്റ്മെൻറ്റ്. അതിനെ ഇറാഡിക്കേറ്റ് ചെയ്യാൻ, നിർമ്മാർജ്ജനം ചെയ്യാൻ ആൻറ്റിസോറിക് മെഡിസിൻ കൊണ്ടേ പറ്റൂ. അപ്പോൾ അലിയസപ്പയുടെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞതുപോലെ, ബാബുചേട്ടന് ഒരു അതിൻ്റെ ക്രോണിക് മെഡിസിൻ കണ്ടെത്താൻ പറ്റിയില്ല. ആ പേഷ്യൻ്റിന് അധികാലം കിട്ടിയില്ല എന്നുള്ള വേറൊരു കാര്യം. പക്ഷേ സാധാരണഗതിയിൽ ബാബുചേട്ടൻ വളരെ എളുപ്പത്തിൽ ഒരു 4-5 ജനറൽ സിംറ്റംസ്, സ്ട്രോങ് ജനറൽസ് കണ്ടെത്താറുള്ള ആളാണ്. പക്ഷേ ആ കേസിൽ കിട്ടിയില്ല. അതുകൊണ്ട് അലിയസപ്പ കൊണ്ടിങ്ങനെ പോകേണ്ടി വന്നു. പക്ഷേ അതിനെ ഇറാഡിക്കേറ്റ് ചെയ്യണമെങ്കിൽ, അതിനെ നിർമ്മാർജ്ജനം ചെയ്യണമെങ്കിൽ ആൻറ്റിസോറിക് ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ആൻറ്റി മയാസ്മാറ്റിക് ട്രീറ്റ്മെൻറ്റ് കൊണ്ട് സാധിക്കുകയുള്ളൂ. മെനി എ ടൈം ഹാവ് ഐ സീൻ ഹേ ഫീവർ വൈപ്ഡ് ഔട്ട് ഇൻ വൺ സീസൺ ബൈ എ ഷോർട്ട് ആക്ടിങ് റെമഡി ഓൺലി ടു റിട്ടേൺ ദ നെക്സ്റ്റ് ജസ്റ്റ് ദ സെയിം ആൻഡ് പെർഹാപ്സ് അനദർ റെമഡി വിൽ ബി റിക്വയർഡ്. അപ്പോൾ ഒരു സീസണിൽ ഷോർട്ട് ആക്ടിങ് റെമഡി കൊണ്ട് ഹേ ഫീവർ മാറിപ്പോവും. പിന്നീട് വരാൻ നേരത്ത് ആ മരുന്ന് പറ്റുമെന്ന് വരില്ല. വേറൊരു മരുന്ന്, ഷോർട്ട് ആക്ടിങ് മെഡിസിൻ, വേറൊരു മരുന്ന് ചിലപ്പോൾ ഉപയോഗിക്കേണ്ടി വരും. ആസ് സൂൺ ആസ് ദ ഹേ ഫീവർ ഈസ് സ്റ്റോപ്ഡ് യു മസ്റ്റ് ബിഗിൻ വിത്ത് കോൺസ്റ്റിറ്റ്യൂഷണൽ ട്രീറ്റ്മെൻറ്റ്. ഈ അലിയസപ്പ പോലുള്ള ഷോർട്ട് ആക്ടിങ് മെഡിസിൻ കൊണ്ട് അതിനെ തൽക്കാലത്തേക്ക് മാറ്റിക്കഴിഞ്ഞാൽ മസ്റ്റ് എന്നാ പറയുക, നിർബന്ധമായിട്ടും ഒരു ആൻറ്റി മിയാസ്മാറ്റിക് ക്രോണിക് ട്രീറ്റ്മെൻറ്റ് നിങ്ങൾ ആരംഭിക്കണം. ദെർ വിൽ ബി സിംറ്റംസ് ഇഫ് യു നോ ഹൗ ടു ഹണ്ട് ഫോർ ദം. ഹണ്ട് ആ വാക്ക് നിൽക്കണം. ലക്ഷങ്ങൾക്ക് വേണ്ടി നിങ്ങൾ വേട്ടയാടണമെന്ന് പറയുന്നു. ലക്ഷങ്ങൾക്ക് വേണ്ടി വേട്ടയാടിയാൽ ദെർ വിൽ ബി സിംറ്റംസ്. നിങ്ങൾക്ക് ലക്ഷങ്ങളെ വേട്ടയാടാൻ അറിയാമെങ്കിൽ ലക്ഷങ്ങൾ കിട്ടും. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണത്. ലക്ഷണങ്ങളെ സെർച്ച് ചെയ്യുക എന്നുള്ള വാക്കല്ല ഉപയോഗിച്ചത്, ലക്ഷങ്ങളെ തേടിപ്പിടിക്കുക എന്നുള്ള വാക്കല്ല ഉപയോഗിച്ചത്. ലക്ഷങ്ങളെ വേട്ടയാടണം. വേട്ടയാടാൻ നിങ്ങൾക്ക് അറിയാമെങ്കിൽ, ലക്ഷങ്ങളെ വേട്ടയാടി പിടിക്കാൻ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ദെർ വിൽ ബി സിംറ്റംസ്. അവിടെ ലക്ഷങ്ങൾ ഉണ്ടാകും. ഈ വേട്ടയാടൽ എന്ന് പറയുന്നത് എന്താ? അതിൻ്റെ പരിശീലനം വേണം. എല്ലാവരും വേട്ടക്കാരില്ല. വേട്ടയെക്കുറിച്ച് കേട്ടതുകൊണ്ട് വേട്ടക്കാരനാവില്ല. ലോകപ്രസിദ്ധ കടുവ വേട്ടക്കാരനായ ജിം കോർബറ്റിൻ്റെ പല പുസ്തകങ്ങളും ഞാൻ വിവർത്തനം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാനൊരു വേട്ടക്കാരനല്ല. തോക്കെടുക്കാൻ പോലും എനിക്കറിയില്ല. വേട്ടക്കാരനാകണമെങ്കിൽ അതിന് പരിശീലനം വേണം. ഈ ജിം കോർബറ്റിൻ്റെ കുമിയോൺ കുന്നിലെ നരഭോജികൾ എന്നുള്ള പുസ്തകം അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രസിദ്ധമായ പുസ്തകമാണ്. അത് വിവർത്തനം ചെയ്ത സമയത്തും പണ്ട് ചെറുപ്പത്തിൽ വായിച്ച സമയത്തും അതിൽ കോർബറ്റ് പറയുന്നൊരു കാര്യമുണ്ട്. അതിവിടെ അത് പ്രസക്തമാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അദ്ദേഹം ഇന്നത്തെ ഉത്തരാഖണ്ഡിലുള്ള നൈനിറ്റാൾ ജില്ലയിലെ ഈ കുമിയോൺ കുന്നുകളിലാണ് അദ്ദേഹം നരഭോജി കടുവകളെ വേട്ടയാടിയിരുന്നത്. ഒരു സന്ദർഭത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഒരു നരഭോജിയെ ആ കാടുകളിൽ കണ്ടെത്തിയാലേ വെടിവെക്കാൻ പറ്റുള്ളൂ. കണ്ടെത്തുക എന്ന് പറയുന്നത്
രണ്ട് വൈക്കോൽ കൂനകൾക്കിടയിൽ നിന്നും ഒരു മൊട്ടുസൂചി കണ്ടെത്തുന്നത് പോലെ പ്രയാസകരമാണ്. അപ്പോൾ വേട്ട എന്ന് പറയുന്ന ഹണ്ടിങ് എന്ന് പറയുന്നതിൽ ബുദ്ധിമുട്ട് എന്താണെന്ന് സൂചിപ്പിക്കാനാണ് പറഞ്ഞത്. രണ്ട് വൈക്കോൽ കൂനകൾക്കിടയിൽ നിന്നും ഒരു മൊട്ടുസൂചി കണ്ടെത്തുക. അപ്പോൾ ഈ സിംറ്റംസിന് വേണ്ടിയുള്ള ഹണ്ടിങ്ങും അങ്ങനെ പ്രയാസപ്പെട്ടതാണ്. കൃത്യമായിട്ട് നമ്മൾ അതിനുവേണ്ടി പരിശീലനം സിദ്ധിച്ച് നമ്മളതിനു വേണ്ടി ശ്രമിക്കണം. വെറുതെ ഒരു രോഗി പറയുന്നത് ചിലപ്പോൾ കൃത്യമായിട്ടുള്ള സിംറ്റം ആയിരിക്കണമെന്നില്ല. നമ്മൾ നേരത്തെ കണ്ട പോലെ ഈവനിങ് അഗ്രവേഷൻ എന്ന് പറയുന്നത്, ചൂടിൽ അഗ്രവേഷൻ എന്ന് പറയുന്നത്, ഇതൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കിയില്ലെങ്കിൽ, നമ്മൾ നേരത്തെ കണ്ടു ചൂടും തണുപ്പും തമ്മിലുള്ള ഒരു വ്യത്യാസം. അപ്പോൾ അതിന് അക്ഷരാർത്ഥത്തിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ കൃത്യമായുള്ള സിംറ്റം നമുക്ക് കിട്ടാതെ പോകും. അതുകൊണ്ട് നമ്മൾ ഹണ്ട് ചെയ്യണം, ലക്ഷങ്ങളെ വേട്ടയാടി പിടിക്കണം. ഒരു രോഗി വെറുതെ പറയുന്നതെന്നല്ല, കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കി അതിൻ്റെ മൊഡാലിറ്റീസ് മനസ്സിലാക്കി, ബൈസ്റ്റാൻഡേഴ്സിനും കുട്ടികളാണെങ്കിൽ അവരുടെ പേരൻസിനോടും ഒക്കെ ചോദിച്ച് മനസ്സിലാക്കി കൃത്യമായിട്ട് ഹണ്ട് ചെയ്യണം. അതാണ് ഇഫ് യു നോ ടു ഹണ്ട് ഫോർ സിംറ്റംസ്, ലക്ഷണങ്ങളെ വേട്ടയാടി പിടിക്കാൻ നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾക്ക് ലക്ഷണങ്ങൾ കിട്ടും. അങ്ങനെ കണ്ടുപിടിക്കണം. അങ്ങനെ കണ്ടുപിടിച്ചാൽ നമുക്ക് ക്രോണിക് മയാസിസ് ട്രീറ്റ് ചെയ്ത് മാറ്റാൻ പറ്റുള്ളൂ. ദാറ്റ് ഡിഫർ ഓൾ ടുഗദർ ഫ്രം ദ അക്യൂട്ട് അറ്റാക്ക്. അക്യൂട്ട് അറ്റാക്കിൽ നിന്നും പാടെ വ്യത്യസ്തമായിരിക്കും അത്. വെൻ ദ ഹേ ഫീവർ ഈസ് ഓൺ, ദീസ് ഡു നോട്ട് അപ്പിയർ. ഈ ഹേ ഫീവർ ഉള്ളപ്പോൾ അല്ലെങ്കിൽ ഈ ഒരു ജലദോഷപ്പനിയൊക്കെ ഉള്ളപ്പോൾ ആ ട്രൂ ക്രോണിക് ലക്ഷണങ്ങൾ പ്രകടിപ്പിക്കപ്പെടുകയില്ല. ഇറ്റ്സ് എ ഡിഫിക്കൽട്ട് മാറ്റർ ടു ഫൈൻഡ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡി വെൻ ദ ഹേ ഫീവർ ഈസ് അറ്റ് ഇറ്റ്സ് ഹൈറ്റ്, ഫോർ ഇറ്റ് റിസംബിൾസ് ആൻ അക്യൂട്ട് ഡിസീസ്. But it is a manifestation of SORA, like any other manifestation of SORA, as eruptions, cough, etc. അപ്പോൾ ഒരു അക്യൂട്ട് കണ്ടീഷൻ ഇങ്ങനെ അതിൻ്റെ ഉച്ചസ്ഥായിൽ നിൽക്കുമ്പോൾ, വിശേഷിച്ചും ഈ അലർജി പ്രശ്നങ്ങളൊക്കെ അതിൻ്റെ ഉച്ചസ്ഥായിൽ നിൽക്കുമ്പോൾ അതിൻ്റെ ഒരു ക്രോണിക് മെഡിസിൻ കണ്ടെത്താൻ ശ്രമിച്ചാൽ കിട്ടില്ല. കാരണം ക്രോണിക് സിംറ്റംസ് അപ്പോൾ ഇങ്ങനെ മാറി നിൽക്കും. അത് പൊതുവെ അക്യൂട്ട് കണ്ടീഷനെ കുറിച്ച് അതൊരു ശരിയായ കാര്യമാണ്. അക്യൂട്ട് ഒരു മാനിഫെസ്റ്റേഷൻ നിൽക്കുമ്പോൾ ക്രോണിക് ഡിസീസ് ലേറ്റൻ്റായിട്ട് നിൽക്കും. നിങ്ങളത് ഓർഗനിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. സോറിക് കണ്ടീഷൻ ഒരു ലേറ്റൻ്റായിട്ട് നിൽക്കും. അപ്പോൾ ആ ഒരു സമയത്ത് ഈ ഹണ്ടിങ് നടത്തിയിട്ട് കാര്യമില്ല. അപ്പോൾ അക്യൂട്ട് മെഡിസിൻസ് കൊടുത്ത് അതിനെ ശമിപ്പിച്ച ശേഷമാണ് ക്രോണിക് സിംറ്റംസിന് വേണ്ടിയുള്ള ഈ ഹണ്ടിങ് നടത്തേണ്ടത്. ഈ അക്യൂട്ട് ഡിസീസിനെ കുറിച്ച് പറയുന്നത് എന്താ? ഇറ്റ്സ് എ മാനിഫെസ്റ്റേഷൻ സോറ. അത് സോറയുടെ മാനിഫെസ്റ്റേഷൻ മാത്രമാണ്, സോറയല്ല. ലൈക്ക് എനി അതർ മാനിഫെസ്റ്റേഷൻ സോറ. സോറയുടെ മറ്റേ മാനിഫെസ്റ്റേഷനും പോലെ എന്തൊക്കെയാ? ഇറപ്ഷൻ, കുരുക്കള്, പരുക്കള്, ചുമ, ഇതൊക്കെ സോറയുടെ മാനിഫെസ്റ്റേഷൻ. അതുപോലത്തെ ഒരു മാനിഫെസ്റ്റേഷൻ മാത്രമാണ് ഈ ജലദോഷവും പനിയും, ജലദോഷപ്പനിയും ജലദോഷത്തുമ്മലും നീറിളക്കവും ഒക്കെ. The nose may manifest only a certain phase of chronic diseases in one season. ഒരു സീസണിൽ മൂക്ക് ഒരു ഘട്ടം, ഈ സോറയുടെ ഒരു ഫേസിന് മാത്രം, ഒരു ഘട്ടത്തെ മാത്രം അത് മാനിഫെസ്റ്റ് ചെയ്യും. വിച്ച് മേ ഫോർ ഇൻസ്റ്റൻസ് ബി സ്യൂട്ടഡ് ടു അലീസപ്പ. ആ ഒരു കണ്ടീഷൻ ചിലപ്പോൾ അലീസപ്പക്ക് യോജിക്കുന്നതാവാം. അലീസപ്പക്ക് തന്നെ ആകണമെന്നില്ല. മൂക്കുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഈ തുമ്മലും ചീറ്റലും ജലദോഷവും ഒക്കെ അലിയസപ്പയോട് യോജിക്കുന്നതാകാം. ഐ റിമെമ്പർ വൺ ടൈം ഹാവിങ് ഒക്കേഷൻ ടു പ്രിസ്ക്രൈബ് അലിയസപ്പ അറ്റ് ലോങ് ഡിസ്റ്റൻസ്. ഇങ്ങനെ ദൂരെയുള്ള രോഗിക്ക് ഒരു അലിയസപ്പ കൊടുക്കേണ്ടി വന്ന ഒരു അനുഭവത്തെക്കുറിച്ച് ആണ് കെൻഡ് പറയുന്നത്. ഇറ്റ് വാസ് നിയർ എ ഹോമിയോപ്പതി ഫാർമസി. ആ രോഗി ഒരു ഹോമിയോപ്പതി ഫാർമസിക്ക് അടുത്താണ് ജീവിച്ചിരുന്നത്. ഐ വയേർഡ് ദ ഫാർമസി ടു സെൻഡ് മൈ പേഷ്യൻ്റ് അലിയസപ്പ ആൻഡ് ഹി ലേബിൾഡ് ഇറ്റ്. അപ്പം അന്ന് വയർ ചെയ്യാന്ന് വെച്ചാൽ അന്ന് ടെലഗ്രാം അടിക്കുക എന്നർത്ഥം. അന്നത്തെ ഏറ്റവും വേഗത്തിലുള്ള കമ്മ്യൂണിക്കേഷനാണ് ടെലഗ്രാം ചെയ്യുക. അലിയസപ്പ കൊടുത്തു. അയാൾ ഫാർമസിസ്റ്റ് അലിയസപ്പ എടുത്ത് ലേബൽ ചെയ്ത് വെച്ചു. വെൽ ദ പേഷ്യൻറ്റ് കെപ്റ്റ് ദ ബോട്ടിൽ ആൻഡ് യൂസ് ഇറ്റ് നെക്സ്റ്റ് സീസൺ. പക്ഷേ ഈ പേഷ്യൻറ്റിൻ്റെ കൈ അലിയസപ്പ കിട്ടിക്കഴിഞ്ഞപ്പോൾ ആ ഒരു അക്യൂട്ട് മാനിഫെസ്റ്റേഷൻ സമയം മാറി. അയാൾ ഉപയോഗിച്ചത് പിറ്റേ സീസണിലാണ്. ഒരുപക്ഷെ പിറ്റേ ഓഗസ്റ്റായിരിക്കും ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താ സംഭവിച്ചത്? ബട്ട് ഇറ്റ് ഡിഡ് നോ ഗുഡ്. പിറ്റേ സീസണിൽ അതുകൊണ്ടൊരു ഉപകാരം ഉണ്ടായില്ല. കാരണം ലക്ഷണങ്ങൾ മാറിപ്പോയി. ദാറ്റ് ഈസ് ലൈക്ലി ടു ബി ദ കേസ് ഈവൻ വെൻ ദ സിംറ്റം സീം ടു എഗ്രി. അപ്പോൾ ലക്ഷണങ്ങൾ യോജിച്ചാൽ പോലും ഒരു സീസൺ കഴിഞ്ഞാൽ അടുത്ത സീസണിൽ കഴിഞ്ഞ സീസണിലെ ഔഷധം അത് ഫലിക്കണമെന്നില്ല. അലീസപ്പയുടെ കാര്യത്തിലും അതുതന്നെയാണ് അവസ്ഥ. ഇൻ എ സോറിക് കണ്ടീഷൻ എ ഷോർട്ട് ആക്ടിങ് റെമഡി ഈസ് ഇൻസഫീഷ്യൻറ്റ്. ഷോർട്ട് ആക്ടിങ് റെമഡി സോറിക് കണ്ടീഷനിൽ അത് ഇൻസഫീഷ്യൻ്റ് ആണ്. അതുകൊണ്ട് പൂർണ്ണശാന്തി കിട്ടില്ല.
ഇറ്റ് മേ ഹെൽപ്പ് ഫോർ 1 day ഓൺലി. ഒരു ദിവസത്തേക്ക് മാത്രമേ ചിലപ്പോൾ അത് ഉപയോഗിച്ചെന്നിരിക്കാം. ആൻഡ് ദ ഡീപാക്കിംഗ് റെമഡി ദാറ്റ് ഇൻക്ലൂഡ്സ് ദ പേഷ്യൻറ്റ് ആസ് വെൽ ആസ് ദ ഹേ ഫീവർ ആൻഡ് ഓൾ ദ അതർ സിംറ്റംസ് വിൽ ഹാവ് ടു ബി അഡ്മിറ്റഡ്. അപ്പോൾ ഒരു ക്രോണിക് റെമഡി ഈ ഹേ ഫീവർ കണ്ടീഷന്, ഈ അലർജി കണ്ടീഷനെയും പേഷ്യൻറ്റിൻ്റെ ജനറൽ കണ്ടീഷനെയും ഒരേപോലെ ഇൻക്ലൂഡ് ചെയ്യുന്ന ക്രോണിക് റെമഡിയെ പിന്നീട് ഉപയോഗിക്കേണ്ടി വരും. താൽക്കാലിക ശമനത്തിന് മാത്രമേ അലിയസപ്പ പോലുള്ള ഷോർട്ട് ആക്ടിങ് മെഡിസിൻസ് ഉപയോഗിക്കാവൂ എന്നുള്ള മുന്നറിയിപ്പാണ് കെൻഡിയോടെ തരുന്നത്. ദ ബെസ്റ്റ് ടൈം ടു ട്രീറ്റ് ഹേ ഫീവർ ഈസ് ആഫ്റ്റർ ദ അക്യൂട്ട് അറ്റാക്ക് സബ്സൈഡ്സ് ആൻഡ് അണ്ടിൽ ഇറ്റ് ബിഗിൻസ് എഗെയിൻ ദ നെക്സ്റ്റ് സീസൺ. അപ്പോൾ ഒരു അക്യൂട്ട് അറ്റാക്ക് ശമിച്ചിട്ട് അടുത്ത സീസണിൽ തുടങ്ങുന്നവരെയുള്ള ആ ഒരു ഇടവേള, അതാണ് ഹേ ഫീവറിനെ ചികിത്സിക്കാൻ പറ്റിയ ഏറ്റവും നല്ല സമയം, ഏറ്റവും സേഫായിട്ട് സ്വീകരിക്കാൻ പറ്റുന്ന സമയം. അത് ഓർഗനിൽ ഞാൻ വായിച്ചായിട്ട് ഓർക്കുന്നുണ്ട്. ഒരു അക്യൂട്ട് അറ്റാക്ക് അതിൻ്റെ ഒരു ഡിക്ലൈനിൽ അടുത്ത അറ്റാക്കിൻ്റെ തുടക്കം വരെ, അത് ഏത് കണ്ടീഷനായാലും ശരി, അതാണ് ഹോമിയോപ്പതിയുടെ ജനറൽ റൂള്. അത് ഓർഗനിൽ എവിടെയതുണ്ട്. ആ ഒരു ഇടവേള നോക്കി കൊടുക്കണം. അക്യൂട്ട് കണ്ടീഷൻ അതിൻ്റെ ഒരു പാരാമോൺ കണ്ടീഷനിൽ നിൽക്കുമ്പോൾ നിങ്ങളതിൻ്റെ ക്രോണിക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ പോകരുത്. ചിലപ്പോൾ വല്ലാത്തൊരു അഗ്രവേഷൻ ഉണ്ടാവും, രോഗി ബുദ്ധിമുട്ടിലാവും, വേറെ ചികിത്സകൾ ചെയ്ത് പോയെന്നിരിക്കാം. അപ്പോൾ ആ ഒരു സമയത്ത് ക്രോണിക് ട്രീറ്റ്മെൻറ്റിലേക്ക് പോകരുത്. അക്യൂട്ട് മെഡിസിൻസ് കൊടുത്ത് സബ്സൈഡ് ചെയ്ത് അതിൻ്റെ ഒരു അടുത്തൊരു അറ്റാക്ക് വരെ വരുന്ന ഇടവേള കാത്തിരുന്നിട്ട് ആ സമയത്ത് കേസ് റീടേക്ക് ചെയ്ത് റീസ്റ്റഡി ചെയ്തിട്ട് നിങ്ങൾ അതിൻ്റെ ഒരു ആൻറ്റിമയാസ്മാറ്റിക് ട്രീറ്റ്മെൻറ്റിലേക്ക് പോകണം. ഇറ്റ് വിൽ ദെൻ ഒക്കർ ഇൻ എ ഗ്രേറ്റ്ലി മോഡിഫൈഡ് ഫോം. ആ സമയത്ത് വളരെ മോഡിഫൈഡ് കണ്ടീഷനായിരിക്കും വരുന്നത്, ഡിഫറെൻറ്റ് ഫ്രം എനി പേഷ്യൻ്റ് ഹാസ് എവർ ഹാഡ്. നേരത്തെ ഉണ്ടാകാത്ത ലക്ഷണങ്ങളായിരിക്കും പിന്നെ അടുത്ത സീസണിൽ വരുന്നത്. ആൻഡ് കോളിംഗ് ഫോർ എ ഡിഫറെൻറ്റ് റെമഡി. ആ സമയത്തൊരു അക്യൂട്ട് റെമഡി വ്യത്യസ്തമായിട്ടുള്ള അക്യൂട്ട് റെമഡി ആകാം. അപ്പോൾ കഴിഞ്ഞ തവണ അരിയസപ്പ് ഉപയോഗിച്ചു എന്നുകൊണ്ട് അടുത്ത തവണയും അരിയസപ്പ് വലിക്കുമെന്ന് കരുതരുത്. ആ സമയത്തുള്ള പേഷ്യൻ്റെ സിംറ്റംസ് എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നേരത്തെ പൾസാറ്റിനെ കുറിച്ച് പറഞ്ഞു ആ ഒരു സമയത്ത് എന്ത് കാണിക്കുന്നു. കമോമില്ല കാണിച്ച ഒരു പേഷ്യൻറ്റിന് കമോമില്ല കൊടുത്ത് വിട്ടു, പക്ഷേ പിന്നീട് കാണിച്ചത് പൾസാറ്റിലെ ആയിരുന്നു. കമോമില്ല അവിടെ ഫലിച്ചില്ല. അപ്പം എന്ത് കാണിക്കുന്നു, ആ സിറ്റുവേഷനിൽ ഏത് റെമഡി കാണിക്കുന്നു അതാണ് കൊടുക്കേണ്ടത്. അല്ലാതെ നേരത്തെ അങ്ങനെ ആയിരുന്നു, നേരത്തെ കമോമില്ലയായിരുന്നു, ഇപ്പോൾ കമോമില്ല കൊടുക്കാൻ കാര്യമില്ല. അപ്പോൾ പൾസാറ്റിലാണോ പൾസാറ്റിൽ കൊടുക്കുക. അപ്പോൾ നേരത്തെ അലിയസപ്പ ആയിരുന്നു, ഈ ഒരു അറ്റാക്കിന് അലിയസപ്പ കൊടുക്കാമെന്ന് ചിന്തിക്കരുത്. ആ ഒരു സമയത്ത് മാനിഫെസ്റ്റ് ചെയ്യുന്ന ലക്ഷണങ്ങൾ എന്താണോ അതിൻ്റെ ടോട്ടാലിറ്റി, അതാണ് അക്യൂട്ടായാലും ക്രോണിക് ആയാലും നമ്മളുടെ ഗോൾഡൻ റൂൾ എന്ന് പറയുന്നത്. അതാണ്. അതിനെ തെറ്റിക്കാൻ ശ്രമിക്കരുത്, അത് പരാജയത്തിലേക്ക് കലാശിക്കും. ദാറ്റ് വിൽ ബി ദ കേസ് ഇഫ് ദ കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡി ഹാസ് ബീൻ പ്രോപ്പർലി സെലക്റ്റഡ്. കൃത്യമായിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡി നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതായിരിക്കും അവസ്ഥ. പ്രിസ്ക്രിപ്ഷനിൽ വളരെയധികം ശ്രദ്ധിക്കുക. നമ്മൾ മുൻവിധികൾ പാടില്ല. ഹോമിയോപ്പതി പ്രാക്ടീസിലെ ജനറൽ റൂളാണ് അൺപ്രജുഡൈസ്ഡ് ഒബ്സർവർ ആകുക. മുൻവിധികൾ പാടില്ല. അലീസപ്പ ആയിരുന്നു അലീസപ്പ കൊടുക്കുക, കമോമില്ല ആയിരുന്നു കമോമില്ല കൊടുക്കുക, പൾസാറ്റിലെ ആയിരുന്നു പൾസാറ്റിൽ കൊടുക്കുക, ബെൽഡോണ ആയിരുന്നു വീണ്ടും ബെൽഡോണ കൊടുക്കുക. അങ്ങനെ ചിന്തിക്കരുത്. ഓരോ മാനിഫെസ്റ്റേഷനിലും അതിൻ്റെ കൃത്യമായിട്ടുള്ള സിംറ്റം ടോട്ടാലിറ്റി എന്താണോ അതാണ് റെമഡിയിലേക്കുള്ള നമുക്കുള്ള ഒരേ ഒരു ചൂണ്ടുപലക. അല്ലാതെ വേറെ ഒരു മാർഗം അവിടെ ഇല്ല. മുൻപ് അങ്ങനെ ആയിരുന്നു, അതുകൊണ്ട് ഇപ്പോഴും ആകാം. ആ ഒരു മുൻവിധി, പ്രജുഡീസ് ഒരിക്കലും പാടില്ല. ഇതിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുന്ന വലിയൊരു പാഠം അതാണ്. അതുകൊണ്ട് നിങ്ങളുടെ പ്രാക്ടീസിൽ എപ്പോഴും ശ്രദ്ധിക്കുക. കൃത്യമായിട്ട് അതേ സമയത്തുള്ള സിംറ്റംസിൻ്റെ ടോട്ടാലിറ്റി, ജനറൽ കണ്ടീഷൻ, അതിൻ്റെ കൃത്യമായിട്ടുള്ള മൊഡാലിറ്റീസ് അത് മനസ്സിലാക്കി മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ വിജയം 100% ഉറപ്പാണ്. അങ്ങനെ കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ നമുക്ക് ഈ കെൻറ്റിൻ്റെ ഈ ലെക്ചേഴ്സ് നമ്മൾ ഉപകരിക്കും. നമുക്ക് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കേൾക്കാം. നമ്മൾ ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും പരിചയപ്പെടുത്താർക്ക് പരിചയപ്പെടുത്തുക. വിശേഷിച്ചും അലിയസപ്പ പോലുള്ള നമ്മളുടെ ഈ അധ്യായം ഒരിക്കലും മിസ് ചെയ്യരുത്. കാരണം നിങ്ങൾക്ക് വളരെയധികം ഉപകരിക്കുന്ന അധ്യായങ്ങൾ ഇതെന്നെല്ലാം തന്നെ. വിശേഷം അലിയസപ്പയുടെ കാര്യം ഞാൻ എടുത്തു പറയുകയാണ്. അതുകൊണ്ട് ദയവായി ഇത് പ്രചരിപ്പിക്കാൻ നിങ്ങൾ ശ്രമിക്കുക. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്.